കനയ്യകുമാറിനെ ആക്രമിച്ചതിനു പിന്നിൽ ബി.ജെ.പി. ആണെന്ന് കോൺഗ്രസ്. പ്രതികൾ ബി.ജെ.പി. സ്ഥാനാർത്ഥി മനോജ് തിവാരിയുടെ കൂട്ടാളികളെന്നും കോൺഗ്രസ് ആരോപിച്ചു. മനോജ് തിവാരിയും പ്രതികളും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സിബി ചേരുന്നു. സിബി, എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? ഷമി, ഇന്നലെ വൈകിട്ടാണ് കനയ്യകുമാറിന് ദില്ലി നോർത്ത് ഈസ്റ്റിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാറിന് ആക്രമണം ഉണ്ടാകുന്നത്. കനയ്യകുമാർ ദില്ലിയിലെ ഒരു ആം ആദ്മി പാർട്ടിയുടെ ഓഫീസിൽ നിന്നും പ്രവർത്തകരുമായി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പെട്ടെന്ന് 7-8 പേരടങ്ങുന്ന സംഘം എത്തുകയും അദ്ദേഹത്തെ ഹാരമണിയിക്കുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മഷി ഒഴിക്കുകയും ആക്രമിക്കുകയുമായിരുന്നു. ഇങ്ങനെ ഇദ്ദേഹത്തെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളടക്കം തന്നെയും ഇന്നലെ പുറത്തു വരികയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണുന്ന വ്യക്തികൾ എതിർ ബി.ജെ.പിയുടെ എതിർ സ്ഥാനത്തെ മനോജ് തിവാരിയുടെ കൂട്ടാളികളാണെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങൾ, അല്ലെങ്കിൽ മനോജ് തിവാരിക്കൊപ്പമുള്ള കൂട്ടാളികളാണെന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളടക്കം അതിനെയും പുറത്തു വരികയും അത് കോൺഗ്രസ് എക്സിലടക്കം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അന്ന് ഈ കനയ്യകുമാർക്ക് ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു AAPയുടെ വനിതാ കൗൺസിലറെയും ഈ പ്രവർത്തകർ ആക്രമിക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായി. ഈ വനിതാ പ്രവർത്തകരെ അപമാനിക്കുകയും അവരോട് മോശമായി പെരുമാറുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വനിതാ കൗൺസിലറും ഇപ്പോൾ പരാതി നൽകിയിട്ടുണ്ട്. വളരെ പെട്ടെന്നായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഈ സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് നേരെ ഉണ്ടായത്. ഇതിന് പിന്നിൽ, ഈ ആക്രമണത്തിന് പിന്നിൽ ബി.ജെ.പി. ആണെന്ന് കോൺഗ്രസ് ഇപ്പോൾ ആരോപിക്കുന്നു. കൂടാതെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയും നിലവിൽ ദില്ലി നോർത്ത് ഈസ്റ്റിലെ സിറ്റിംഗ് എംപിയുമായ മനോജ് തിവാരിയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളാണെന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളും ചിത്രങ്ങളും അടക്കം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രതികൾ തോക്കുമായി നിൽക്കുന്ന ചിത്രങ്ങളും മറ്റു ചില ചിത്രങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചേക്കും. എന്തായാലും ഇന്നലെ ആയിരുന്നു ഈ ഒരു ആക്രമണം ഉണ്ടായത്. മെയ് 25-ാം തീയതിയാണ് ദില്ലിയിലെ എല്ലാ 7 മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ കനയ്യകുമാറിന് പ്രചരണത്തിനിടെ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. ഷമ്മി, പുറത്തു വന്ന ഒരു വീഡിയോയിൽ ഇപ്പോൾ കനയ്യകുമാറിനെ അടിക്കും എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ വിവിധ ഗ്രൂപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട്, കോൺഗ്രസും പുറത്തുവിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ ഈ ഒരു ആക്രമണം നേരത്തെ പ്ലാൻ ചെയ്തതാണ് എന്ന് വ്യക്തമാകുന്നു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അത് വ്യക്തമായി പ്ലാൻ ചെയ്ത് തന്നെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായതെന്ന് നമുക്ക് വ്യക്തമാണ്. കാരണം പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിലുണ്ടായ ഒരു ആക്രമണമല്ല. അദ്ദേഹം ഈ കനയ്യകുമാർ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നു. നമുക്കറിയാം ദില്ലിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും എല്ലാം തന്നെയും ഒരുമിച്ച് ഇന്ത്യ സഖ്യമായിട്ടാണ് മത്സരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അദ്ദേഹം ഈ ഇത്തരത്തിൽ ആം ആദ്മിയുടെ ഒരു ഓഫീസിൽ എത്തുകയും അവിടെ അദ്ദേഹം പ്രവർത്തകരുമായി സംസാരിക്കുന്നു. പിന്നീട് അദ്ദേഹം ആൾക്കാരാണ് ഇന്നലെ ദില്ലിയിൽ കനയ്യകുമാറിനെ ആക്രമിച്ചത് എന്നുള്ളതിൻ്റെ കൂടുതൽ വിവരങ്ങളാണ് സിബി നൽകിയത്.